PM ശ്രീ പദ്ധതി മരവിപ്പിക്കാൻ നടപടിയെടുത്തതുമായി ബന്ധപ്പെട്ട പ്രതികരണത്തിൽ CPIയെ തള്ളി വിദ്യാഭ്യാസ മന്ത്രി. പദ്ധതിയിൽ നിന്ന് പിന്മാറിയത് ആരുടെയും വിജയമോ പരാജയമോ അല്ല. പദ്ധതി റദ്ദാക്കിയതല്ല, മരവിപ്പിച്ചതാണ്. ഏതെങ്കിലും കേന്ദ്രങ്ങളിൽ നിന്ന് ഇടതുപക്ഷ ആശയം പഠിക്കേണ്ട ഗതികേട് CPMന് ഇല്ലെന്നും മന്ത്രി പറഞ്ഞു. പദ്ധതി മരവിപ്പിക്കൽ LDFന് രാഷ്ട്രീയ വിജയമാണെന്നായിരുന്നു ബിനോയ് വിശ്വം കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പ്രസ്താവന കണ്ടു. ഇത് ആരുടെയും വിജയത്തിൻ്റെയും പരാജയത്തിൻ്റെയും പ്രശ്നമൊന്നുമല്ല. ആരെങ്കിലും ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ഏതെങ്കിലും ഒരു കൂട്ടരുടെ വിജയമാണ്, വേറെ ഒരു കൂട്ടരുടെ പരാജയമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു നയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട്. ആ നയം കൂടിയാലോചനയിലൂടെ പരിഹാരം കാണണമെന്നുള്ളതിനെ തീരുമാനിച്ചു. ദേശവ്യാപകമായി RSSന്റെ അജണ്ട ചെറുക്കുന്നതിന് വേണ്ടി ആരൊക്കെയാണ് സമരരംഗത്ത് വന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും ഞാനിപ്പോൾ പറയുന്നില്ല. അത് ചർച്ച ചെയ്യേണ്ട സമയമല്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോകും. വിജിൻ വായാന്തോടാണ് വിവരങ്ങൾ നൽകാനുള്ളത്. വിജിൻ, മന്ത്രി ശിവൻകുട്ടിയുടെ കലിപ്പ് ഇപ്പോഴും തീർന്നിട്ടില്ല എന്നുള്ളതിന്റെ സൂചനയാണോ ഈ വാക്കുകൾ? നൗഫൽ, ഇക്കാര്യത്തിൽ CPI ഒരു നയവ്യതിയാനം ചൂണ്ടിക്കാട്ടിയാണ് PM ശ്രീ പദ്ധതിയിൽ നിന്നും പിന്മാറണം എന്നുള്ള കൃത്യമായ നിലപാട് സ്വീകരിച്ചത്. വലിയ തരത്തിലുള്ള എതിർപ്പ് PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് CPI ഉയർത്തുകയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് LDFൽ തന്നെ വലിയ തരത്തിലുള്ള പ്രതിസന്ധിയിലേക്കും പൊട്ടിത്തെറിയിലേക്കും ഒക്കെ കാര്യങ്ങൾ പോവുകയും ചെയ്തിരുന്നു. അന്ന് CPM വിലയിരുത്തിയത് ഇത് CPI ഈ നയവ്യതിയാനം CPMന് സംഭവിച്ചു എന്ന് പറയുന്നത് അതൊരു തിരിച്ചടിയാണ്. CPMനെ സംബന്ധിച്ചിടത്തോളം രാജ്യത്ത് തന്നെ RSS വിരുദ്ധ മുദ്രാവാക്യങ്ങളൊക്കെ ഉയർത്തി വലിയ തരത്തിലുള്ള പ്രതിഷേധവും പ്രക്ഷോഭവും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്ന പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ആ പാർട്ടിക്ക് നയവ്യതിയാനം സംഭവിച്ചു എന്നുള്ള വിമർശനമാണ് CPI ഉയർത്തിയത്. അതിൽ അമർഷം CPM നേതാക്കൾക്കൊക്കെ നേരത്തെ തന്നെ ഉണ്ടായതാണ്. അതിൽ ഉള്ള ഒരു പ്രതികരണമാണ് ഇപ്പോൾ V ശിവൻകുട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഇന്നലെയാണ് PM ശ്രീ പദ്ധതി മരവിപ്പിക്കാനുള്ള കത്ത് നൽകിയത്. അതാണ് മന്ത്രി V ശിവൻകുട്ടി വ്യക്തമാക്കിയത്. പദ്ധതിയിൽ നിന്ന് പിന്മാറുകയല്ല, മരവിപ്പിക്കാനുള്ള കത്താണ് നൽകിയിരിക്കുന്നത് എന്നുള്ള V ശിവൻകുട്ടിയുടെ വാക്കുകൾ അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ആരും CPMനെ ഇക്കാര്യത്തിൽ ഇടതുപക്ഷ ആശയം പഠിപ്പിക്കാൻ വരണ്ട, അത്തരം ത്യാഗം സഹിച്ച ആളുകൾ ആരൊക്കെയാണ് എന്നുള്ള കാര്യം നാട്ടിനറിയാം എന്നുള്ളതാണ് V ശിവൻകുട്ടി വ്യക്തമാക്കുന്നത്. ഇന്നലെയും ബിനോയ് വിശ്വം പറഞ്ഞത് PM ശ്രീ പദ്ധതി മരവിപ്പിക്കാൻ കത്ത് നൽകിയില്ലെങ്കിൽ അപ്പോൾ കാണാം എന്നുള്ളതാണ്. ഇന്നലെ CPI മന്ത്രിമാർ മുഖ്യമന്ത്രിയെ കാണുകയും ചെയ്തിരുന്നു. അങ്ങനെ കടുത്ത നിലപാട് വീണ്ടും ആവർത്തിച്ച ഘട്ടത്തിലാണ് V ശിവൻകുട്ടി ഇക്കാര്യത്തിൽ ബിനോയ് വിശ്വത്തെ പൂർണ്ണമായും തള്ളിക്കൊണ്ടുള്ളൊരു നിലപാട് സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് കാണേണ്ടത്. ഇതിൽ CPMനെ ഈ ഇടതുപക്ഷ ആശയങ്ങൾ പഠിപ്പിക്കാൻ CPI മുതിരേണ്ടതില്ല. അത്തരം ത്യാഗങ്ങൾ സഹിച്ചത് ആരൊക്കെയാണെന്ന് തങ്ങൾക്കറിയാം. ഒപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പിന് നിലവിൽ SSK ഫണ്ട് ലഭിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ധർമ്മേന്ദ്ര പ്രധാനുമായി വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി ചർച്ചയും നടത്തിയിരുന്നു. അതിൽ ഈ ഫണ്ട് നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടെ ചർച്ചയായിരുന്നു. ഈ SSK ഫണ്ട് PM ശ്രീ മരവിപ്പിക്കാനുള്ള തീരുമാനത്തോടെ ലഭിക്കാനുള്ള സാധ്യത കുറവാണ് എന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ കണക്കുകൂട്ടുന്നത്. 1156 കോടിയോളം രൂപയാണ് ഇനി ലഭിക്കാനുള്ളത്. 100 ചില്ലാനം കോടി മാത്രമാണ് നിലവിൽ നൽകിയിട്ടുള്ളത്. അത് കോടതിയിൽ പോയതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കോടതി നടത്തിയ ഒരു നിരീക്ഷണത്തിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ ആ ഫണ്ട് നൽകാൻ തയ്യാറായത്. പക്ഷേ PM ശ്രീ മരവിപ്പിക്കാൻ കത്ത് നൽകിയതോടെ ആ തുക ഇനി കിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് കണക്കുകൂട്ടുന്നത്. അതിലുള്ള ഒരു രോക്ഷം കൂടിയാണ് നിലവിൽ ബിനോയ് വിശ്വത്തിനെതിരെ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി നടത്തുന്നത്. വിജിൻ വായാന്തോടാണ് ശിവൻകുട്ടിയുടെ വാക്കുകളെ സംബന്ധിച്ച് വിശദാംശങ്ങൾ നൽകിയത്.